ഹലോ, സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന എല്ലാവർക്കും കേട്ടിട്ടുള്ള ഒരു ടൈമാണ് ഈ ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. എന്നാൽ നിങ്ങൾക്ക് അറിയോ ശരിക്കും എന്താണ് ഈ ഫേസ് വാല്യൂ എന്നുള്ളത്? ശരിക്കും ഫേസ് വാല്യൂ എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പനി ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിനുള്ള ഏറ്റവും ബേസ് വാല്യൂവിനെയാണ് ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. ഈ ഫേസ് വാല്യൂ ഡയറക്റ്റായിട്ട് പെട്ടെന്ന് ചേഞ്ച് ആവത്തില്ല. മാർക്കറ്റ് വാല്യൂ ചേഞ്ച് ആവുന്നോട്ട് അത് ചേഞ്ച് ആവില്ല. കാര്യം മാർക്കറ്റ് വാല്യൂ എപ്പോഴും എന്താണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈനെ കണക്റ്റഡ് ആയിട്ടിരിക്കും. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് 10 രൂപ ഉണ്ടായിരുന്ന ഒരു ഷെയർ ആണെന്ന് വെച്ചു, അത് വളർന്ന് 500 രൂപയിലേക്ക് എത്തി. അപ്പോഴും അതിൻ്റെ ഫേസ് വാല്യൂ ഉണ്ടായിരിക്കുക 10 രൂപയിൽ തന്നെ ആയിരിക്കും. ഇനി ഈ ഫേസ് വാല്യൂ എപ്പോഴാണ് മാറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്കിൽ സ്പ്ലിറ്റ് ഒക്കെ വരുന്ന സമയത്ത് ആ ഫേസ് വാല്യൂ ആണ് മാറുന്നത്. അതായത് ഇപ്പം 500 രൂപ ഉണ്ടായിരുന്ന ഷെയർ സ്പ്ലിറ്റ് ആയിട്ട് രണ്ട് ഷെയർ ആയെന്ന് വെച്ചു. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 250 ഉള്ള 2 ഷെയർ ആ ഒരു ഷെയർ ഹോൾഡറിന് കിട്ടുകയും അതിൻ്റെ ഫേസ് വാല്യൂ 10 നിന്നിട്ട് 5 ആയിട്ട് മാറും. അതായത് എത്ര സ്പ്ലിറ്റ് വന്നോ അത്രയായിട്ട് ആ ടോട്ടൽ ഉണ്ടായിരുന്ന ഫേസ് വാല്യൂവിനെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ 10 നിന്ന് 5 ആവുകയും ചെയ്യും. അപ്പോൾ ഇത് എവിടെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഡിവിഡൻഡ് ഒക്കെ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ബേസിക്കലി ഫേസ് വാല്യൂവിനെ നോക്കിയിട്ടായിരിക്കും ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുക. ഫേസ് വാല്യൂവിൻ്റെ ഇത്ര പെർസെൻറ്റേജ് വെച്ചിട്ടായിരിക്കും അങ്ങനെയായിരിക്കും ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രേ ഉള്ളൂ സംഭവം.